അന്ന് വൈകിട്ട് എങ്ങോട്ടേക്കാണ് കറങ്ങാൻ പോവാന്നിങ്ങനെ തലപുകഞ്ഞ് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആലപ്പുഴ ബീച്ച് കാർണിവൽ നടക്കുന്ന കാര്യം ഞങ്ങളുടെ മൈൻഡിലോട്ട് വന്ന്. പിന്നെ വേറൊന്നും നോക്കാനില്ലല്ലോ, ബൈക്കും എടുത്ത് ഏകദേശം ഒരു 5:30 ആയിക്കൊണ്ട് നമ്മൾ അഴീക്കൽ ബീച്ച് റോഡ് വഴി വെച്ചങ്ങ് പിടിച്ച്. ഏകദേശം ഇവിടുന്ന് ഒരു 45 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങളവിടെ ഒരു 7:30 ആയിക്കൊണ്ടാണ് എത്തിയത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് മെറൈൻ എക്സ്പോൻ്റെ വലിയൊരു സംഭവം തന്നെ ഇവിടെ കാണാൻ പറ്റും. ഒരാൾക്ക് 120 റുപ്യാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാൾ ഉള്ളിലോട്ട് കയറി. ഫോട്ടോഗ്രാഫി ഉള്ളിൽ അലൗഡ് അല്ല, അതുകൊണ്ട് ഒന്നും തന്നെ അതിൻ്റെ ഉള്ളിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. മെറൈൻ എക്സ്പോ എല്ലാം കണ്ടിറങ്ങിയിട്ട് ഞങ്ങൾ പോകുന്നത് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ സൈഡിലോട്ടാണ്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പം ഈ ഒരു കാർണിവൽ എല്ലാം നടക്കുന്നുണ്ട്. എല്ലായിടത്തും ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സംഭവത്തിലേക്കാണ് ഞങ്ങളിനി കയറാൻ പോകുന്നത്. ഇത് നമ്മുടെ ജയൻറ്റ് വീലിൻ്റെ തന്നെ വേറൊരു വകഭേദം പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിന് ടിക്കറ്റിന് ഒരാൾക്ക് 100 രൂപയാണ്. അപ്പം കിച്ചുവിന് എന്തായാലും ഇതിൽ കയറിയേ പറ്റുള്ളൂ എന്ന് പറയുന്നു. പിന്നെ കയറലല്ലേ നിവൃത്തിയുള്ളൂ. അങ്ങനെ നല്ല ക്യൂ ഇതിൽ കയറാൻ അവിടെ ഉണ്ട്. ഞങ്ങളും ക്യൂ നിന്നു. കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വന്നാലും അവസാനം ഞങ്ങൾ റൗണ്ടും എത്തി. ഇതങ്ങനെ മുകളിലേക്ക് എത്തി. എനിക്ക് താഴോട്ടേക്ക് നോക്കുമ്പോൾ എൻ്റെ തല കറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ മുകളിലെത്തുമ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ കാണുമ്പോൾ വല്ലാത്തൊരു വൈബ് തന്നെയാണ്. തൊട്ടടുത്ത് കടലും ഉണ്ട്. താഴെ ചെറിയ ചെറിയ ആൾക്കാരെ പോലെയും കാണാം. അതിൻ്റെ ഇടയ്ക്ക് കരണ്ടും പോയി. ആൾക്കാർ ഓട്ടലും പാച്ചലും ജനറേറ്റർ ഓണാക്കലും ഒക്കെ ആയിരുന്നു. എൻ്റെ പൊന്നോ, ആ പേരറിയാത്ത സാധനത്തിൽ നിന്ന് കറങ്ങി എങ്ങനെയല്ലോ ഞങ്ങൾ നിലത്തെത്തി. എന്നിട്ട് ഞങ്ങൾ കുറച്ച് മുമ്പോട്ടേക്ക് വരുമ്പോൾ ഈ കുട്ടികൾക്കെല്ലാം ചെറിയ ഇത് സംഭവം നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ കാർണിവലൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നത് കൊച്ചു പിള്ളേരാണ്. അവർക്കുള്ള ഒരുപാട് റൈഡ് നമുക്കിവിടെ ഉണ്ട്. അപ്പം ഈ പിള്ളേരുടെ ചെറിയ കളികളൊക്കെ കാണുമ്പോൾ, അവരുടെ ചിരിയും കളിയും കുസൃതിയൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് ഈ കാർണിവലെല്ലാം വരുമ്പോൾ. ഞാൻ ആലപ്പുഴ ബീച്ചിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയും വിസ്താരമുള്ള ഒരു വലിയ ബീച്ചാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ കാർണിവലെല്ലാം സെറ്റാക്കാൻ പറ്റിയൊരു പ്ലേസ് തന്നെ. ഞങ്ങൾ കുറച്ചൊന്ന് മുമ്പോട്ടേക്ക് നടന്നപ്പോഴാണ് ഈ ഹാങ് ചെയ്യുന്ന സംഭവം കണ്ടിട്ടുള്ളത്. ഇതിൽ 120 സെക്കൻഡോളം നമ്മൾ ഹാങ് ചെയ്യുകയാണെങ്കിൽ 1000 റുപ്യ നമുക്ക് കിട്ടും. അതല്ല 150 സെക്കൻഡാണ് നമ്മൾ ഹാങ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2000 രൂപ കിട്ടും. ഇതിൽ ഫ്രീ എൻട്രി എന്നെല്ലാം വെറുതെ എഴുതി കാണിച്ചു വെച്ചേക്കുന്നതാണ്. അതിൽ 18 വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഫ്രീ എൻട്രി. അല്ലാതെ അതിന് മുകളിൽ ഏജുള്ളവർക്കെല്ലാം നമ്മൾ 100 രൂപ വെച്ചിട്ട് കൊടുക്കണം. ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂറോളം നിന്ന് നോക്കി. പക്ഷെ ഒരാൾ ഇത്രയും സെക്കൻഡ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അടുത്തതായിട്ട് ഞങ്ങൾ കയറാൻ പോകുന്നത് ഈ ഒരു ഡ്രാഗൺ തോണിയിലോട്ടാണ്. ഇതിലും കയറാൻ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുറച്ച് നേരം ക്യൂ നിന്നിട്ടാണ് ഞങ്ങളും കയറിയിട്ടുള്ളത്. ഇതിനും ഏകദേശം ഒരു 100 രൂപ തന്നെയാണ് ടിക്കറ്റ് ചാർജ് കണക്കാക്കുന്നത്. എന്തായാലും അവർക്ക് ലാഭം തന്നെ. നമ്മളിതിലൊരു 5 മിനിറ്റ് കയറുക, നിലവിളിക്കുക, ഇറങ്ങുക, അതെന്നെ സംഭവം. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഈ ഒരു സെക്ഷനിൽ മൊത്തത്തിലൊക്കെ ഒന്ന് കറങ്ങുമായിരുന്നു. അപ്പോൾ ഇവിടെ ചെറിയ കുട്ടികളുടെ ഈ ഒരു ട്രെയിനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം കണ്ടു നിന്നു, ഷൂട്ട് ചെയ്ത് നിന്നു. അതിൻ്റെ അടുക്ക് കുറച്ച് ചേച്ചിമാർ ഫോട്ടോസ് എടുത്ത് തരുമെന്ന് ചോദിച്ചു. ഞങ്ങൾ അവർക്ക് ഫോട്ടോസ് എല്ലാം എടുത്തു കൊടുത്തു. പിന്നെ ഇവിടെ മരണക്കിണറിൻ്റെ ആ ഒരു സംഭവമെല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾ മരണക്കിണറിന് അങ്ങോട്ട് കയറാൻ പോയിട്ടില്ല. കാരണം ഇതിലൊക്കെ കയറിയപ്പോൾ തന്നെ എനിക്ക് തലവേദന ഇളകി തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടിട്ട് ഞങ്ങളങ്ങ് ഇറങ്ങി. പിന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ബോൾ എറിഞ്ഞിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത്. 6 ബോൾ നമ്മൾ അതിലേക്ക് ഉരുട്ടിയിട്ടിട്ട് ഒരേപോലെ നമ്പർ കിട്ടുകയാണ് എങ്കിൽ നമുക്ക് എന്തോ കിട്ടുന്നല്ലാണ് പറയുന്നത്. ഞങ്ങളും അത് കളിച്ചു നോക്കി. പക്ഷേ ഞങ്ങൾക്ക് ആകെ കിട്ടിയത് ചെറിയൊരു ബേസിനാണ്.
ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രണ്ടാക്കും വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് ഞങ്ങൾ ആ ഫുഡ് സ്റ്റോളിൻ്റെ ആ ഒരു ഏരിയയിലോട്ടേക്ക് പോയി. ഒരുപാട് ഫുഡ് സ്റ്റോളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫുഡ് സ്റ്റോളിലും നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട്. ഞങ്ങൾ പക്ഷേ ബജ്ജിയോ മുട്ട ബജ്ജിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ മീൻ ഫ്രൈ ചെയ്ത് വെച്ചത്, നമ്മുടെ കക്ക ഇറച്ചി, ബീഫ് റോസ്റ്റ്, പൊറോട്ട, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഈ സ്റ്റോളിലുണ്ട്. പക്ഷെ ഞങ്ങൾ ബജ്ജി മാത്രം കഴിക്കാമെന്ന് വിചാരിച്ച് വൈകിട്ട് പിന്നെ ഒരു ചായ കുടിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഉഷാറ് കുറവും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ലൊരു ചൂട് ചായയും കുടിച്ച് ഒരു സെറ്റ് മുട്ട ബജ്ജിയും ഒരു സെറ്റ് മുളക് ബജ്ജിയൊക്കെ കഴിച്ച് പിന്നെ ചുമ്മാ ഞങ്ങളൊന്നിങ്ങനെ അങ്ങോട്ടേക്കെല്ലാം ഒന്ന് നടന്ന് ഏതൊക്കെ ഫുഡ് സ്റ്റോൾ ഉണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്കൊന്ന് പോയി. ബജ്ജിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഫുൾ ടാങ്ക് ആക്കി കുറച്ച് മുമ്പോട്ടേക്ക് നടക്കുമ്പോഴാണ് ഒരു വെള്ള കുതിര അവിടെ വെറുതെ നിൽക്കുന്ന കണ്ട്. കയറണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവർ ചോദിക്കുകയും ചെയ്ത് കയറണമെന്ന്. പിന്നെ വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ടേക്ക് നടന്നപ്പോഴേക്ക് സീ വേൾഡ് എന്ന് പറയുന്നൊരു സംഭവം കണ്ട്. അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങളതിന് കയറാനൊന്നും നിന്നിട്ടില്ല. ഞങ്ങൾ പുറത്തുനിന്ന് അതെല്ലാം കണ്ട് ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഈ കാർണിവൽ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ടേക്ക് വരുമ്പോഴാണ് ഇത്രയും ഡെക്കറേഷൻ ബൾബ് കൊണ്ട് അലങ്കരിച്ചൊരു പള്ളി ഞങ്ങൾ കണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തോ ഒരു ഭംഗി തോന്നി. അപ്പോൾ ഞങ്ങൾ അതും കൂടെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ആലപ്പുഴ ബീച്ച് കാർണിവലിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബൈ ബൈ.